ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ Q2 റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിഞ്ഞ Q1 റിസൾട്ടിനേക്കാൾ മെച്ചപ്പെടുമോ എന്നാണ് പൊതുവെ ഇൻവെസ്റ്റേഴ്സ് നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ Q1 ഏർണിങ്സ് റിപ്പോർട്ടുകൾ അനലൈസ് ചെയ്തുകൊണ്ട് എക്കണോമിക് ടൈംസ് നടത്തിയ ഒരു സർവേയിൽ ഏകദേശം 3197 കമ്പനികളെ അനലൈസ് ചെയ്ത ആ റിപ്പോർട്ടിൽ മൊത്തത്തിലുള്ള റവന്യൂ ജമ്പ് ഉണ്ടായത് 6.4% മാത്രമാണ്. അതായത് ആവറേജ് ഈ കമ്പനികളുടെ റവന്യൂ ഗ്രോത്ത് 6.4% ആണ്. അത് കഴിഞ്ഞ 7 ക്വാർട്ടറിലെ ഏറ്റവും ലോ ആയിട്ടുള്ള ഒരു ഏർണിങ്സ് ഗ്രോത്ത് ആണ്. അതുപോലെ നെറ്റ് പ്രോഫിറ്റിൽ വന്നിട്ടുള്ള എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 7.7% മാത്രമാണ്. അത് കഴിഞ്ഞ 9 ക്വാർട്ടറിലെ ദുർബലമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് ആണ്. അപ്പോൾ ആ ഒരു Q1 വന്നിട്ടുള്ള വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഏർണിങ്സ് ഗ്രോത്തിനെ ഈ ഒരു Q2 മറികടക്കുമോ എന്നാണ് പൊതുവെയുള്ള ഒരു ആകാംക്ഷ. അപ്പോൾ ബ്രോക്കറേജ് ഫേം ആയിട്ടുള്ള മോട്ടിലാൽ ഓസ്വാൾ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു Q2 ക്വാർട്ടറിൽ ഏകദേശം 6% മാത്രമുള്ള ഒരു ഇയർ ഓൺ ഇയർ ഏർണിങ്സ് ഗ്രോത്ത് ആണ്. അതേപോലെയുള്ള റിപ്പോർട്ട് തന്നെയാണ് നൊവാമ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് നൽകുന്നത്. അവരും പ്രതീക്ഷിക്കുന്നത് ഒരു 6% ഉള്ള ഒരു ഇയർ ഓൺ ഇയർ ഗ്രോത്ത് മാത്രമാണ്. അപ്പോൾ Nifty 50 സ്റ്റോക്കുകൾ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ളൊരു റിപ്പോർട്ട് പുറത്തുവിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ 10 സ്ട്രെയിറ്റ് ക്വാർട്ടറുകളിലുള്ള ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് റേറ്റ് ആണ്. അപ്പോൾ പൊതുവേ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് നമുക്കറിയാം ഇത് ഹൈലി ഓവർ വാല്യൂഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഓവർ വാല്യുവേഷൻ ന്യായീകരിക്കുന്ന രീതിയിലുള്ള ഒരു ഏർണിങ്സ് ഗ്രോത്ത് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അതൊരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്തിലേക്കെങ്കിലും വരേണ്ടതുണ്ട്, ഒരു 10% മുകളിലേക്കെങ്കിലും വരേണ്ടതുണ്ട്. അപ്പോൾ നിലവിൽ ഇങ്ങനെയുള്ള പല റിസർച്ച് ഫേമുകളും നൽകുന്ന സൂചന ആ ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്തിലേക്ക് പോവുകയില്ലെന്നാണ്. ഇപ്പോൾ നമുക്ക് ഇതുവരെ വന്നിട്ടുള്ള 264 സ്റ്റോക്കുകളുടെ ഒരു റിസൾട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട പല സ്റ്റോക്കുകളും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ റിലയൻസിൻ്റെ വന്നിട്ടുണ്ട്, TCS, ഇൻഫോസിസ്, HCL ടെക്, ആക്സിസ് ബാങ്ക്, എറ്റേണൽ, JSW സ്റ്റീൽ, അവന്യൂ സൂപ്പർ മാർട്സ്, വിപ്രോ, നെസ്ലെ ഇന്ത്യ, ഹിന്ദുസ്ഥാൻ സിങ്ക്, ജിയോ ഫൈനാൻഷ്യൽസ്, LTI മൈൻട്രി, IRFC, HDFC ലൈഫ് പോലെയുള്ള പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പനികളുടെയും റിസൾട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുവരെ വന്ന ഈ ഒരു 264 സ്റ്റോക്കുകളുടെ റിസൾട്ടിൽ നിന്നും ഇയർ ഓൺ ഇയറിൽ 10% സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും കാണിച്ചിട്ടുള്ളത് വെറും 94 സ്റ്റോക്സ് മാത്രമാണ്. അപ്പോൾ 94 സ്റ്റോക്കുകളിൽ മാത്രമാണ് ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്. അവയിൽ നമ്മളൊരു 20% സെയിൽസ് ഗ്രോത്തും 20% പ്രോഫിറ്റ് ഗ്രോത്തും ഇയർ ഓൺ ഇയറിൽ കാണിച്ചിട്ടുള്ള 38 സ്റ്റോക്കുകൾ കാണാം. അത് കൂടാതെ ആ സ്റ്റോക്കുകൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും ഏകദേശം 5% കൂടുതലുള്ള ഒരു ഗ്രോത്തും കാണിച്ചിട്ടുണ്ട്. അത്തരം തകർപ്പ് റിസൾട്ടുകൾ കൊണ്ടുവന്ന ചില സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ലീഡിംഗ് പൊസിഷനിൽ നമ്മൾ കാണുന്നത് ഇൻഡോ തായ് സെക്യൂരിറ്റീസ് ആണ്. അതുപോലെ അനുപം രസായൻ കെമിക്കൽസ്, വാരി എനർജീസ്, മനോരമ ഇൻഡസ്ട്രീസ്, പൂനാവാല ഫിൻകോർപ്പ്, ശോഭ ഡെവലപ്പേഴ്സ്, സൺടെക് റിയാലിറ്റി, വാരി റിന്യൂവബിൾ ടെക്നോളജീസ്, ജയ്സ്വാൾ നെക്കോ, അതുപോലെ ഒബ്രോയ് റിയാലിറ്റി, ഷിൽഷാർ ടെക്, 361, ഇരേഡ, അക്വിറ്റാസ് കെമിക്കൽ, പെർസിസ്റ്റൻറ്റ് സിസ്റ്റംസ്, ആനന്ദ് രതി വെൽത്ത്, തൈറോ കെയർ പോലെയുള്ള സ്റ്റോക്കുകളാണ് ഈ രീതിയിൽ 20% മുകളിലുള്ള ഒരു സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ടോട്ടലി ഇതുവരെ റിസൾട്ട് വന്ന 264 സ്റ്റോക്കുകളിൽ പകുതിയോളം സ്റ്റോക്കുകൾക്ക് പോലും ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് നേടാനായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു Q2 റിസൾട്ടിൻ്റെ ഓവറോൾ എല്ലാ റിസൾട്ടുകളും വന്നു കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കഴിഞ്ഞ ഒരു Q1 ഏർണിങ്സിൻ്റെ അതേ ലെവലിൽ തന്നെ നിൽക്കാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് വന്നാൽ നമ്മൾ മാർക്കറ്റിൽ ഉയർന്നു കേൾക്കാറുള്ള ചില ഇൻവെസ്റ്റേഴ്സിൻ്റെ പോർട്ട്ഫോളിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എയ്സ് ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള അത്തരം ഇൻവെസ്റ്റേഴ്സ്, എയ്സ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സാണ്. അവരെ സൂപ്പർ സ്റ്റാർ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ മാർക്കറ്റ് ഗുരു എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്കറിയാം ജിഞ്ചുംവാല, അതുപോലെ ആശിഷ് കച്ചോലിയ, രാധാകൃഷ്ണൻ ദമാനി, ധോലി ഖന്ന, മുകേഷ് അഗർവാൾ തുടങ്ങി അത്തരം പല ഇൻവെസ്റ്റേഴ്സിനെയും നമുക്ക് സുപരിചിതമായിട്ടുള്ള എയ്സ് ഇൻവെസ്റ്റേഴ്സാണ്. അപ്പോൾ ഈ എയ്സ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു പ്രത്യേകത അവരുടെ അടുത്ത് ലാർജ് ഹോൾഡിങ്സ് ആണ് ഉണ്ടാവുക. കൂടാതെ അവരുടെ ബൈ ആൻഡ് സെല്ല് മാർക്കറ്റിനെ വലിയ തോതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യാറുണ്ട്. കൂടാതെ അവർ വളരെയധികം എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ റിസർച്ചും ടെക്നിക്കൽ അനാലിസിസും നടത്തിയ ശേഷമായിരിക്കും പല സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ അവരെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴാണ് ഈ സ്റ്റോക്കിൽ നിന്ന് ഇറങ്ങുന്നത്, എപ്പോഴാണ് അവർ ആഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയില്ല. കാരണം 1% കൂടുതൽ ഹോൾഡിങ് മൊത്തം ആ ഒരു സ്റ്റോക്കിൽ ഉണ്ടാകുമ്പോഴാണ് NSEയിൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുക. അപ്പോൾ 1% താഴെയുള്ള ഇവരുടെ ഹോൾഡിങ്സിൽ അവർ ചെയ്യുന്ന ചേഞ്ചസ് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കഴിഞ്ഞ ക്വാർട്ടറിൽ ചില ഏസ് ഇൻവെസ്റ്റേഴ്സിൻ്റെ പോർട്ട്ഫോളിയോയിൽ പുതുതായിട്ട് ആഡ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അവരുടെ സ്റ്റേക്ക് വർദ്ധിപ്പിച്ച
സ്റ്റോക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഡോളി കന്നയുടെ ഒരു പോർട്ട്ഫോളിയോയിൽ ജൂൺ ക്വാർട്ടറിലുള്ള ഹോൾഡിംഗ് വർദ്ധിപ്പിച്ച ഒരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് GHCL ലിമിറ്റഡ് ആണ്. ജൂൺ ക്വാർട്ടറിൽ 1.13% ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ അത് 1.2% ആയിട്ട് ഉയർന്നതായിട്ട് കാണാം. മറ്റൊരു സ്റ്റോക്ക് ഡോളി കന്നയുടെ ഫേവറേറ്റ് ആയിട്ടുള്ളത് കോഫി ഡേ എന്റർപ്രൈസസ് ആണ്. അതിൻ്റെ ഹോൾഡിംഗ് 1.55%-ൽ നിന്നും 2.19% ആയിട്ടും ഉയർത്തിയിട്ടുണ്ട്. മറ്റൊന്ന് പ്രകാശ് ഇൻഡസ്ട്രീസ് ആണ്. ഇവിടെ ഡോളി കന്നക്ക് ഉണ്ടായിരുന്ന 2.27% സ്റ്റേക്ക് 2.94 ആയിട്ടും ഉയർത്തിയിട്ടുണ്ട്. മറ്റൊരു വെറ്ററൻ ഇൻവെസ്റ്റർ ആയിട്ടുള്ള മുകുൾ അഗർവാളിൻ്റെ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ASM ടെക്നോളജി എന്ന് പറയുന്ന സ്റ്റോക്ക് 6.48% ഉണ്ടായിരുന്ന സ്ഥാനത്ത് 10.32% ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ സോളാറിയം ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ പുതുതായിട്ട് 2.88% സ്റ്റേക്ക് ഇദ്ദേഹം വാങ്ങിയതായിട്ട് കാണാം. മറ്റൊരു സ്റ്റോക്കായിട്ടുള്ള മോണോലിത്തിക്കിൽ ഇദ്ദേഹത്തിൻ്റെ ഷെയർ 2.3%-ൽ നിന്നും 2.76% ആയിട്ടും ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളെ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ പിക്ക് ചെയ്യുന്നതിൽ പ്രഗത്ഭനായിട്ടുള്ള ആശിഷ് കച്ചോലിയയുടെ പോർട്ട്ഫോളിയോയിൽ അദ്ദേഹം പുതുതായിട്ട് ആഡ് ചെയ്ത ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് വിമാർക്ക് ഇന്ത്യ ആണ്. 2.7% സ്റ്റേക്കാണ് അതിൽ അദ്ദേഹത്തിനുള്ളത്. മറ്റൊന്ന് അദ്ദേഹം പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് ജെയിൻ റിസോഴ്സ് സൈക്ലിംഗ് ആണ്. ഇത് പുതുതായിട്ട് IPO വഴി വന്ന ഈ ഒരു സ്റ്റോക്കിൽ 1.1% സ്റ്റേക്കാണ് ആശിഷ് കച്ചോലിക്കുള്ളത്. അതുപോലെ അന്തരിച്ച രാകേഷ് ചിഞ്ചുംവാലയുടെ പിൻഗാമിയായിട്ട് രേഖ ചിഞ്ചുംവാല അവരുടെ സ്റ്റേക്ക് കാനറ ബാങ്കിൽ 1.46%-ൽ നിന്ന് 1.5% ആയിട്ട് ഉയർത്തിയതായിട്ട് കാണാം. മറ്റൊരു വെറ്ററൻ ഇൻവെസ്റ്റർ ആയിട്ടുള്ള വിജയ് കേഡിയ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ഗ്ലോബൽ വെക്ടർ ഹെലികോപ്പ് എന്ന സ്റ്റോക്കിൽ അദ്ദേഹം നിലനിർത്തിയതായിട്ട് കാണാം. അത് 3% ആയിട്ട് തന്നെ നിലനിർത്തിയിട്ടുണ്ട്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ഫേം ആയിട്ടുള്ള കേഡിയ സെക്യൂരിറ്റീസ് അവർ ഇതിൽ 1.86%-ന്റെ സ്റ്റേക്കും അക്വയർ ചെയ്തതായിട്ട് കാണാം. അങ്ങനെ മൊത്തത്തിൽ 4.86%-ന്റെ ഒരു സ്റ്റേക്കാണ് ഈ ഒരു സ്റ്റോക്കിൽ വിജയ് കേഡിയക്കുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ട്രെൻഡ് ലൈൻ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇത്തരത്തിലുള്ള ഏസ് ഇൻവെസ്റ്റേഴ്സിൻ്റെ പോർട്ട്ഫോളിയോയിൽ വന്നിട്ടുള്ള ചേഞ്ചസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ NSEയിൽ അവർ ഫയൽ ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കൃത്യമായ ഡീറ്റെയിൽസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പലപ്പോഴും ഇത്തരം ഫയലിംഗ് ഇവർ ഇൻവെസ്റ്റ് ചെയ്ത് കുറേ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് NSEയിൽ ലഭിക്കുക. അതുപോലെ അവർ എക്സിറ്റ് ആകുമ്പോഴും നമ്മളിതൊന്നും അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവരെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.